എഡ്യൂസാപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് K2 കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കഴിഞ്ഞ വർഷത്തെ 2019 ഡിസംബറിൽ നടന്ന 6th സെമസ്റ്റർ ബിടെക് ഡിഗ്രി എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ME 302 ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫറിലെ പാർട്ട് എ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പാർട്ട് എയിൽ പ്രധാനമായിട്ടും 4 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണം. ഓരോ ക്വസ്റ്റ്യന് 10 മാർക്ക് വീതമാണ് ഉള്ളത്. അപ്പൊ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഇപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ A, B എന്ന് പറയുന്ന 2 പാർട്ട് ഉണ്ട്. 3 and 7 ആണ് ക്വസ്റ്റ്യന്റെ മാർക്ക് ഡിവൈഡ് ചെയ്ത് പോയിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ 2A and 2Bയിൽ 4, 6 എന്നീ ഡിവിഷൻസ് ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ 3A and B 3, 7 എന്നീ 2 കാറ്റഗറിയിലേക്കാണ് ക്വസ്റ്റ്യൻസിനെ മാറ്റിയിരിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർത്ത് ക്വസ്റ്റ്യൻ 4, 6 എന്നുള്ള 2 പാറ്റേണിലാണ് ഇരിക്കുന്നത്. 4 മാർക്കിന്റെയും 6 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കിനി ഇതിന്റെ എക്സ്പ്ലനേഷൻ, അതായത് എങ്ങനെയാണ് ഇത് സൊല്യൂഷനിലേക്ക് പോകേണ്ടത് എന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എ പാർട്ടിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്, റെഡ്യൂസ് ദ ഇക്വേഷൻ ഫോർ സ്റ്റഡി സ്റ്റേറ്റ് വൺ ഡയമെൻഷൻ ഹീറ്റ് കണ്ടക്ഷൻ അക്രോസ് എ പ്ലെയിൻ വാൾ വിത്ത് ഇന്റേണൽ ഹീറ്റ് ജനറേഷൻ. ഇതിന് 3 മാർക്കാണുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ എഴുതാം. ഡോ സ്ക്വയർ ടി ബൈ ഡോ ഐ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ എസ് സ്ക്വയർ പ്ലസ് ക്യൂ ജി ബൈ കെ പ്ലസ് 1 ബൈ ആൽഫ ഡോ ടി ബൈ ഡോ സ്മോൾ ടി. നമുക്കറിയാം ഈ ഇക്വേഷൻ നമ്മൾ എപ്പോഴും റിമെമ്പർ ചെയ്യണം, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇക്വേഷൻ. അപ്പം ഈ ഇക്വേഷനകത്തുനിന്ന് നമുക്ക് കണ്ടെത്തേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനോട് കൂടിയ പുതിയൊരു ഇക്വേഷനാണ് പ്ലെയിൻ വാളിന്റെ കേസിലുള്ള. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻസ് ഇതാണ്. ഫോർ സ്റ്റഡി സ്റ്റേറ്റ് ആണ് ഫസ്റ്റ് തന്നിരിക്കുന്ന സ്റ്റഡി സ്റ്റേറ്റ് ആണ്. അപ്പം ഡോ ടി ബൈ ഡോ സ്മോൾ ടി എന്ന് പറയുന്നത് 0 ആണ്, അതായത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെന്ന്. അപ്പം ഫസ്റ്റ് കണ്ടീഷനകത്ത് വരുത്തേണ്ട മാറ്റം ഡോ ടി ബൈ സ്മോൾ ടി ഈസ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ ഡയമെൻഷൻ ആണ് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഡോ സ്ക്വയർ ടി ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ എസ് സ്ക്വയർ 0 ആയിട്ട് ഞാൻ ഇവിടെ അസ്യൂം ചെയ്യുന്നു. ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് എക്സ് ഡയറക്ഷൻ മാത്രമാണ്. നെക്സ്റ്റ് നമുക്ക് ഇക്വേഷൻ റെഡ്യൂസ് ചെയ്താൽ ഇങ്ങനെ കിട്ടും. ഇക്വേഷൻ ഫോർ സ്റ്റഡി സ്റ്റേറ്റ് വൺ ഡയമെൻഷൻ ഹീറ്റ് കണ്ടക്ഷൻ അക്രോസ് എ പ്ലെയിൻ വാൾ വിത്ത് ഇന്റേണൽ ഹീറ്റ് ജനറേഷൻ. അപ്പം ഇവിടെ ഇന്റേണൽ ഹീറ്റ് ജനറേഷൻ വേണം. അപ്പം ക്യൂ ജിയുടെ വാല്യൂ ഇവിടെ 0 അല്ല. അപ്പൊ ക്യൂ ജി ഉണ്ട്, ഈ വാല്യൂ 0 ആയിപ്പോയി. ഓക്കെ, കാരണം വെച്ചാൽ അത് സ്റ്റഡി കണ്ടീഷൻ ആണ് ഇവിടെ പറഞ്ഞു. പിന്നെ ഉള്ളത് ബാക്കി ഈ 2 ടേമും 0 ആയി പോകും. അപ്പൊ ഈ 2 ടേമും 0 ആയി കഴിഞ്ഞാൽ റെഡ്യൂസ് ചെയ്ത ഡോ സ്ക്വയർ ടി ബൈ ഡോ എസ് സ്ക്വയർ പ്ലസ് ക്യൂ ജി ബൈ കെ ഈക്വൽ ടു 0. ഇതാണ് ഫൈനൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന സ്കീമിനകത്ത് ഇങ്ങനെ ആയിരിക്കും ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഈ ഇക്വേഷൻ എഴുതുന്നതിന് 2 മാർക്കും വൺ ഡയമെൻഷണൽ ഇക്വേഷൻ ഇന്റേണൽ ജനറേഷനോട് കൂടി റെഡ്യൂസ് ചെയ്യുന്നതിന് 1 മാർക്കും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Write the proper figure, derive an equation for steady state temperature distribution across a plane wall with internal heat generation. Both the surface have unequal temperatures subject to convection heat transfer. Heat transfer coefficient is H and fluid temperature is T alpha. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു ഫിഗർ ആവശ്യമാണ്. അപ്പൊ ആദ്യം നമുക്ക് ആ ഫിഗറിലേക്ക് പോകാം. ഇതാണ് ആ ഫിഗർ. ഇവിടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ വാൾ ആണ് വിത്ത് ഇന്റേണൽ ഹീറ്റ് ജനറേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിത്ത് ഇന്റേണൽ ഹീറ്റ് ജനറേഷൻ. പിന്നെ ഒരു കേസ് എന്ന് പറയുന്നത് അൺഈക്വൽ ടെമ്പറേച്ചേഴ്സ് ആണ്, അവിടുത്തെ സർഫസിലുള്ളത് അൺഈക്വൽ ടെമ്പറേച്ചേഴ്സ് ആണ്. അപ്പൊ ഈ 2 കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് നമുക്ക് ഈ ഫിഗർ വരയ്ക്കേണ്ടത്. നോക്കാം, ഇവിടെ T1 ആണ് ഇതിന്റെ ഒരു ബൗണ്ടറിയിലെ ടെമ്പറേച്ചർ. നെക്സ്റ്റ് ബൗണ്ടറിയിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T2 ആണ്. അടുത്ത പറഞ്ഞിരിക്കുന്നത് ഇതിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന സറൗണ്ടിങ് കണ്ടീഷന്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് T ആൽഫയാണ്. therefore ഈ തന്നിരിക്കുന്ന പ്ലെയിൻ വാളിന്റെ കേസിലുള്ള ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷന്റെ പ്രൊഫൈൽ ആണ് ഈ വരച്ചിരിക്കുന്നത്. T of X ആണ് വരച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഇന്റേണൽ ഹീറ്റ് ജനറേഷൻ എന്ന് പറയുന്നത് വിത്ത് 0 അല്ല. അപ്പം ക്യൂ ജി എന്ന് പറയുന്നതിന് ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. ഇത് വെച്ചുകൊണ്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. തൊട്ട് മുമ്പ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് പാർട്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഒരു റിമൈനിങ് പോർഷൻ ആയിട്ടാണ് ഇത് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ സെയിം ഇക്വേഷൻ നമ്മൾ എവിടെ ആണോ നിർത്തിയത് അതേ ഇക്വേഷൻ ആണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. വൺ ഡയമെൻഷണൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ വിത്ത് ഹീറ്റ് ജനറേഷൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്, ആ ഇക്വേഷൻ തന്നെ ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ക്യൂ ജി ബൈ കെ ഈക്വൽ ടു 0. ഈ സെയിം ഇക്വേഷൻ ആണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇതിനെ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക പ്രോപ്പറായിട്ട്. ഫസ്റ്റ് ഇന്റഗ്രൽ സെക്കൻഡ് ഇന്റഗ്രേഷൻ എടുക്കുക. ഫസ്റ്റ് ഇന്റഗ്രേഷൻ എടുക്കുമ്പോൾ ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഡി സ്ക്വയർ ടി ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഡി ടി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ക്യൂ ജി ബൈ കെ ഇൻറ്റു എക്സ് ആവും. പ്ലസ് ഒരു കോൺസ്റ്റന്റ് കൂടെ വരും. ഇതിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്താൽ
ടി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ക്യൂ ജി ബൈ കെ എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആവും ബൈ ടു ഓക്കെ പ്ലസ് C1 വരെ C1x പ്ലസ് നെക്സ്റ്റ് ഒരു കോൺസ്റ്റന്റ് കൂടെ വരും C2 ഓക്കെ. ഇപ്പൊ ഈ രണ്ട് കോൺസ്റ്റന്റുകൾ നമുക്ക് ഫൈൻഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. ഇവിടെ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് വെച്ചാൽ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിലെ ടെമ്പറേച്ചർ T1 ആണ്. നെക്സ്റ്റ് എക്സ് ഇസ് ഈക്വൽ ടു L എന്ന് പറയുന്ന പോയിന്റിലെ ടെമ്പറേച്ചർ T2 ആണ്. അപ്പൊ ഈ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ബൗണ്ടറി കണ്ടീഷൻസ് നമ്മുടെ ജനറൽ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനൊരു വാല്യൂ കിട്ടും. C2 is equal to T1 and C1 is equal to T2 minus T1 divided by L plus QG by 2K L എന്ന് പറയുന്ന രണ്ട് ഇക്വേഷൻസ് കിട്ടും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. നമ്മുടെ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ളിടത്ത് എന്താണ് എക്സ് ഇസ് ഈക്വൽ ടു 0ൽ ടി ഇസ് ഈക്വൽ ടു T1 ഉം എക്സ് ഇസ് ഈക്വൽ ടു L എന്നുള്ളിടത്ത് ടി ഇസ് ഈക്വൽ ടു T2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയ രണ്ട് ഇക്വേഷൻസ് ആണ് C1 ഉം C2 ഉം കിട്ടുന്നു. ഇത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സെക്കൻഡ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടെമ്പറേച്ചറിന്റെ ഇക്വേഷൻ കിട്ടും. ടി ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ക്യൂ ജി ബൈ 2K എക്സ് സ്ക്വയർ പ്ലസ് T2 മൈനസ് T1 ഡിവൈഡ് ബൈ L പ്ലസ് ക്യൂ ജി ബൈ 2K L എക്സ് പ്ലസ് T1 ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ ടെമ്പറേച്ചർ പ്രൊഫൈലിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടെമ്പറേച്ചർ പ്രൊഫൈലിന്റെ ഇക്വേഷനെ ഒന്നുകൂടെ റെഡ്യൂസ് ചെയ്യുകയാണ്. ഇവിടെ T2 മൈനസ് T1 ബൈ L പ്ലസ് ക്യൂ ജി ബൈ 2K L ഔട്ട് സൈഡ് നോക്കുമ്പോൾ ക്യൂ ജി ബൈ 2K എക്സ് സ്ക്വയർ എടുക്കുന്നു. അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ എന്തുണ്ട്, ക്യൂ ജി ബൈ 2K എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. ഇവിടെ എല്ലും ഇവിടെ ഒരു എക്സും ഉണ്ട്. അപ്പൊ ഈ രണ്ട് എക്സും ഇവിടെ കോമൺ ആയിട്ട് മാറ്റാം. അപ്പൊ ഇത് പുറത്തെടുക്കുന്നു, ക്യൂ ജി ബൈ 2K കോമൺ എടുക്കുന്നു, ഇവിടുത്തെ L മൈനസ് എക്സ് ആ വാല്യൂ ഇവിടെ എടുക്കുന്നു. മൈനസ് എക്സ് സ്ക്വയർ ആണ്, അതിനകത്ത് മൈനസ് എക്സ് ഇൻറ്റു എക്സ്. അപ്പൊ ഒരു മൈനസ് എക്സിനെ ഇങ്ങോട്ട് മാറ്റുന്നു, മൈനസ് എക്സ് ഔട്ട് സൈഡ് ഒരു എക്സ് വരുന്നു. ഓക്കെ, അപ്പൊ ടോട്ടലി നമ്മുടെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ റെഡ്യൂസ് ചെയ്തെടുക്കാം. ടി ഇസ് ഈക്വൽ ടു T2 മൈനസ് T1 ബൈ L പ്ലസ് ക്യൂ ജി ബൈ 2K ഇൻറ്റു L മൈനസ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് T1. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ സ്കീം തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മളിപ്പം വരച്ചിരിക്കുന്ന ഫിഗറിൽ നിന്ന് നമുക്ക് 2 മാർക്ക് കിട്ടും. നെക്സ്റ്റ് എന്ന് പറഞ്ഞത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇക്വേഷന് ഒരു 1 മാർക്ക് കിട്ടും. ഡെറിവേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 4 മാർക്ക് കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ ദ തെർമൽ റെസിസ്റ്റൻസ് അക്രോസ് എ ഹോളോ സ്പിയർ ആണ്. ഇതിന് 4 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഹോളോ സ്പിയറിന്റെ കേസിലുള്ള ഒരു ഫിഗർ നോക്കാം. ഇതാണ് ഹോളോ സ്പിയർ. ഇതിന്റെ കേസിൽ R1 എന്ന് പറയുന്ന ഇന്നർ റേഡിയസും R2 എന്ന് പറയുന്ന ഔട്ടർ റേഡിയസും ആണ്. തെർമൽ കണ്ടക്ടിവിറ്റി ആയിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന K ആണ്. പിന്നെ ഇൻസൈഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T1, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ T2 ആണ്. ഓക്കെ, നമുക്ക് അപ്പം ഇക്വേഷനിലേക്ക് കിടക്കാം. മെയിൻ ആയിട്ട് ആദ്യം നമുക്ക് ഇതിന്റെ സ്പെറിക്കൽ കോർഡിനേറ്റ് ഇക്വേഷൻ, ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ നോക്കാം. ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം 1 by r square dou r by dou r into r square dou t by dou small r plus 1 by r square sin square phi dou square t by dou phi square plus 1 by r square sin theta dou by dou theta into sin theta dou t by dou theta plus qg by k is equal to 1 by alpha dou t by dou small t ആണ്. ഇതാണ് നമ്മുടെ സ്പെറിക്കൽ കോർഡിനേറ്റിന്റെ ഇക്വേഷൻ. ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് അസംഷൻസുകൾ കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് സ്റ്റഡി കണ്ടീഷൻ ആണെന്ന് കൺസിഡർ ചെയ്താൽ ഡോ ടി ബൈ ഡോ സ്മോൾ ടി ഇസ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഇത് ഒരു വൺ ഡയമെൻഷണൽ ഹീറ്റ് കണ്ടക്ഷൻ ആണെന്ന് കൺസിഡർ ചെയ്താൽ ഡോ സ്ക്വയർ ടി ബൈ ഡോ ഫൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ ടി ബൈ ഡോ തീറ്റ സ്ക്വയർ. ഈ രണ്ട് ടേമുകൾ 0 ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. കാരണം വെച്ചാൽ ഇതിനകത്ത് ആർ ഡയറക്ഷനിൽ മാത്രമേ എന്ത് നടക്കുന്നുള്ളൂ, ഫ്ലോ നടക്കുന്നുള്ളൂ. ഓക്കെ, വൺ ഡയമെൻഷണൽ ഹീറ്റ് കണ്ടക്ഷൻ ആർ ഡയറക്ഷനിൽ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പൊ ഈ രണ്ട് ടേമുകൾ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനിയുള്ളത് ഇവിടുത്തെ ഇന്റേണൽ ഹീറ്റ് ജനറേഷൻ എന്ന് പറയുന്നത് 0 ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും വാല്യൂസുകൾ അസംഷൻസുകൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആദ്യത്തെ ടൈം നോ പ്രോബ്ലം. സെക്കൻഡ് ടൈമിനകത്ത് ഡോ സ്ക്വയർ ടി ബൈ ഡോ ഫൈ സ്ക്വയർ ആണ്, ഇത് 0 ആയിപ്പോൾ. ഡോ ബൈ ഡോ തീറ്റ 0 ആണ്. ക്യൂ ജി ബൈ കെ, ക്യൂ ജിയുടെ വാല്യൂ 0 ആണ്. ഇന്റേണൽ ഹീറ്റ് ജനറേഷൻ 0 ആണ്. അടുത്തത് സ്റ്റഡി കണ്ടീഷൻ ആണ്. അപ്പൊ ഇതും 0 ആയിപ്പോൾ. അപ്പൊ ആദ്യത്തെ ടൈം മാത്രം നമുക്ക് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പൊ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ റെഡ്യൂസ് ചെയ്തു. 1 by r square dou by dou r into r square dou t by dou small r is equal to 0. ഓക്കെ, ഇതിനകത്ത് നമുക്ക് രണ്ട് ടേമിനെ ഇത് മാറ്റാം. ഇത് 1 by r square എന്നും dou by dou r into r square dou t by dou r എന്ന് പറഞ്ഞ് രണ്ട് ടേമിലേക്ക് മാറ്റാം. ഇത് രണ്ടും 0 ആവാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. ഇതിനകത്ത് 1 by r square is equal to 0 ആവാൻ ചാൻസ് ഇല്ല. കാരണം 1 by r എന്ന് പറയുന്നത് റേഡിയസ് ആണ്. r എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അതൊരിക്കലും അതിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ 0 ആവത്തില്ല. അപ്പൊ ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഒഴിവാക്കാം. ഈ ഒരു കണ്ടീഷനിലേക്ക് മാത്രം നമുക്ക് പോകാം. അപ്പൊ നമ്മുടെ കണ്ടീഷൻസ് ഇങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് ചെയ്യേണ്ടത് ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ട് ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആർ സ്ക്വയർ ഡോ ടി ബൈ ഡോ ആർ ഇസ് ഈക്വൽ ടു C1 കിട്ടും. വീണ്ടും ഈ ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആർ സ്ക്വയറിനെ
ഈ ഒരു പോർഷനിലേക്ക് C1/r² വരും. അത് ഇങ്ങനെ വരും. ഡോ ടി ബൈ ഡോ ആർ ഇസ് ഈക്വൽ ടു C1/r² എന്ന് വരും. നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, C1r⁻² എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. നമുക്കറിയാം x⁻n ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് x⁻n+1 ഡിവൈഡ് ബൈ n+1 ആണ്. അപ്പൊ ഈ കേസിൽ t is equal to നെഗറ്റീവ് വരും. നെഗറ്റീവ് r⁻²2 ആണ്. അപ്പം r⁻²2 + 1 എന്ന് പറയുന്നത് r⁻−1 വരും ഡിവൈഡ് ബൈ -1. ദാറ്റ് ഇസ് ആ -1 ആണ് ഈ കാണുന്നത്. -1 C1 ഡിവൈഡ് ബൈ r⁻−1നെ r എന്ന് എഴുതാം, ഡിവൈഡ് ബൈ r എന്ന് എഴുതാം, പ്ലസ് C2. ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ മാറും. നേരത്തെ നമുക്ക് ഇനി ചെയ്യേണ്ടത് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ ഫിഗർ ഒന്നുകൂടെ കാണുകയാണ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് കാണാം R1 എന്ന് പറയുന്ന ടേമിൽ റേഡിയസിലുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T1 ആണ്. അപ്പൊ അതാണ് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ. സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് R2 എന്ന് പറയുന്നിടത്ത് T2 ആണ്. അപ്പൊ നമുക്ക് നോക്കാം. R is equal to R2 ആകുമ്പോൾ T is equal to T2, R is equal to R1, T is equal to T1. ഈ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസുകളും ഈ പറഞ്ഞ 2 എന്ന് പറയുന്ന ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ വാല്യൂസ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് T1 is equal to -C1/R1 plus C2, T2 is equal to -C1/R2 plus C2. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടും. ഇതിനെ നമുക്ക് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് ഒരു C2 എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി, അല്ലെ C1 എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇത് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് C1 കിട്ടും. C1 is equal to T1 minus T2 R1 R2 ഡിവൈഡ് ബൈ R1 മൈനസ് R2. ഇതെടുത്ത് നേരെ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷനകത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ഇപ്പോൾ C1 കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ C2 കിട്ടും. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. അപ്പോൾ കിട്ടുന്നത് T1 മൈനസ് T2 ഡിവൈഡ് R1 R2 ഡിവൈഡ് ബൈ R1 മൈനസ് R2 ഇൻറ്റു R1 പ്ലസ് T1 എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. അപ്പം നമുക്ക് C1 C2 കിട്ടി. ഇത് നമ്മൾ 3 എന്ന് പറയുന്ന ഇക്വേഷൻ 2വിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം T is equal to -1/r into T1 minus T2 R1 R2 divided by R1 minus R2 plus T1 minus T2 into R1 R2 divided by R1 minus R2 into R1 plus T1 എന്ന് കിട്ടും. ഇത് നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്താൽ T1 plus T1 minus T2 divided by 1/R2 minus 1/R1 into 1/R1 minus 1/R ഇങ്ങനൊരു ഇക്വേഷനിലേക്ക് ഇത് മാറും. ഇത് രണ്ടിനകത്ത് കോമൺ ആയിട്ട് എന്തുണ്ടായിരുന്നു? R1 R2 divided by R1 minus R2 ഉണ്ട്, ഇവിടെയുണ്ട് R1 R2 ഡിവൈഡ് ബൈ R1 മൈനസ് R2. അപ്പൊ ഈ രണ്ട് ഇക്വേഷനകത്ത് കോമൺ ആയിട്ട് വരുന്ന ഈ ടൈമിനാണ് പുറത്തേക്ക് മാറ്റിയിരിക്കുന്നത്. അതിനകത്ത് ഈ R1 R2നെ ഡിനോമിനേറ്റർ പാർട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ 1/R2 മൈനസ് 1/R1 വരും. ബാക്കി റിമൈനിങ് പോർഷൻസ് ആണ് 1/R1 മൈനസ് 1/R. അപ്പം ഇതാണ് അവിടെ നമുക്ക് കിട്ടിയ ടെമ്പറേച്ചറിന്റെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹീറ്റ് കണ്ടക്ഷനിലേക്ക് പോകാം. അപ്പം കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് Q is equal to -KA dt/dr. അപ്പം ഇതിനകത്ത് കെയുടെ വാല്യൂ നമുക്ക് K തന്നെ ഇടാം. A എന്ന് പറയുന്നത് 4πr² ആണ്. ഓക്കെ, 4πr² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സർക്കുലർ പാർട്ട് എന്നുള്ള രീതിയിൽ 4πr² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. d/dr into T1 plus T1 minus T2 1/r² minus 1/R1 1/R1 minus 1/R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് മാറാം. T1 minus T2 ഡിവൈഡ് ബൈ R2 minus R1 4πK R1 R2. ഇങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് അത് മാറും. ഓക്കെ ആണല്ലോ. അപ്പം ഇതാണ് ഇവിടുത്തെ കേസിൽ ഏരിയ എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. അതുകൊണ്ടാണ് 4πr² സർക്കുലർ എന്നുള്ള കൺസെപ്റ്റ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അത് തെറ്റിപ്പോവില്ല. ഓക്കെ, T1 മൈനസ് T2 ഡിവൈഡ് ബൈ R2 മൈനസ് R1 ബൈ 4πK R1 R2. അപ്പൊ നമുക്കറിയാം ജനറൽ ആയിട്ട് ഡെൽറ്റ ടി ബൈ തെർമൽ റെസിസ്റ്റൻസ് ആണ് Q എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ തെർമൽ റെസിസ്റ്റൻസിന് ഈക്വൽ ആയിട്ടിരിക്കുന്ന ടേം എന്ന് പറയുന്നത് R2 മൈനസ് R1 ഡിവൈഡ് ബൈ 4πK R1 R2 ആണ്. അപ്പൊ സ്പെറിക്കലിന്റെ കേസിലുള്ള തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R thermal resistance is equal to R2 minus R1 divided by 4πK R1 R2 ആണ്. ഓക്കെ, ഇതിനകത്ത് നിന്ന് നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടുന്ന ഇങ്ങനെയാണ്. ഇതിന്റെ സ്കീം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു നമ്മുടെ വരച്ചിരിക്കുന്ന സ്കെച്ചിന് 1 മാർക്കും ഡെറിവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് 3 മാർക്കുമാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. 2B. A hollow sphere of inside radius 3 cm and outside radius 5 cm is electrically heated at inner surface at a constant rate of 10⁵ watts per meter square. At the outer surface, it will dissipate heat by convection into a fluid at temperature 100 degrees Celsius with a heat transfer coefficient 400 watt per meter square Kelvin. The thermal conductivity of the material of the sphere is 15 watts per meter Kelvin. Determine inner and outer surface temperatures. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് ഒരു ഫുൾ ഡീറ്റെയിൽസോട് കൂടിയ ഒരു ഫിഗർ വേണം.
നമുക്ക് അപ്പോൾ ഫിഗറിലേക്ക് നോക്കാം. ഓക്കെ, ഇതിനകത്ത് ഏകദേശം എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. നോക്കണം. H is equal to 400 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ് ടി ആൽഫ. അതായത് ഔട്ട്സൈഡ് ഈ ഹോളോ സ്പിയറിന്റെ കേസിലുള്ള ഔട്ട്സൈഡ് കണ്ടീഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ ടെമ്പറേച്ചർ 100°C അവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ കോഫിഷ്യന്റ് എന്ന് പറയുന്നത് 400 വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിനുമാണ്. ഇൻസൈഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് പറയാം. ഇതിനകത്ത് ഇന്നർ റേഡിയസ് എന്ന് പറയുന്നത് R1 is equal to 3 cm, ഔട്ടർ റേഡിയസ് R2 is equal to 5 cm ആണ്. ഇന്നർ സർഫസ് ടെമ്പറേച്ചർ T1 ഉം ഔട്ടർ സർഫസ് ടെമ്പറേച്ചർ T2 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടുത്തെ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് K is equal to 50 വാട്ട് പെർ മീറ്റർ കെൽവിനാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊരു രണ്ട് റെസിസ്റ്റൻസോട് കൂടിയ ഒരു സിസ്റ്റം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒന്ന് ഒരു കണ്ടക്റ്റീവ് റെസിസ്റ്റൻസും, അതായത് ഈ T1നും ഈ T2നും ഇടയിലായിട്ട്, ഈ T1നും T2നും ഇടയിലായിട്ടുള്ള ഇവിടെ ഉണ്ടാവുന്ന ഒരു റെസിസ്റ്റൻസും, ബാക്കി ഇതിനകത്തുനിന്ന് പുറത്തു പോകുമ്പോൾ ഉണ്ടാവുന്ന കൺവെക്ഷൻ റെസിസ്റ്റൻസും. അപ്പം ഇത് കണ്ടക്ഷൻ റെസിസ്റ്റൻസും ഇവിടുത്തത് കൺവെക്ഷൻ റെസിസ്റ്റൻസ്. അതാണ് T1 ഉം T2നും ഇടയിൽ കണ്ടക്ഷനും T2നും T ആൽഫ 100°C ഇടയിൽ കൺവെക്ഷൻ റെസിസ്റ്റൻസും. ഈ രണ്ട് റെസിസ്റ്റൻസുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത് T1ന്റെയും T2ന്റെയും വാല്യൂസ് ആണ്. അപ്പൊ നമുക്ക് അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ റെസിസ്റ്റൻസ് വാല്യൂസ് കണ്ടെത്താം. അപ്പൊ ആദ്യമേ കണ്ടക്ഷൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് R2 മൈനസ് R1 ഡിവൈഡ് ബൈ 4πk R1 R2 ആണ്. അതിനകത്തോട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. R2ന്റെ വാല്യൂസ് 0.05, R1 0.03, 4πk എന്ന് പറയുന്നത് 15 ആണ്, ഇൻറ്റു R1 0.03 ഇൻറ്റു 0.05 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു വാല്യൂയിലേക്ക് കിട്ടും. നെക്സ്റ്റ് എന്ന് പറയുന്നത് കൺവെക്ഷൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ളത് 1/HA ആണ്. എക്ക് വരെയുടെ 4πr² ആണ്. R2 സ്ക്വയർ ഔട്ടർ റേഡിയസിലാണ് കൺവെക്ഷൻ നടക്കുന്നത്. 1/400 4π 0.05 സ്ക്വയർ 0.0796 എന്ന് പറഞ്ഞാൽ കെൽവിൻ പെർ വാട്ട് എന്ന് പറയുന്ന വാല്യൂയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റി. ഈ രണ്ട് വാല്യൂസും കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ അറിയാവുന്ന ഒരു ടെമ്പറേച്ചർ ടി ആൽഫ ആണ്. അപ്പൊ ഇവിടുന്ന് T2നും ടി ആൽഫയ്ക്കും ഇടയിൽ തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്. Q എന്ന് പറയുന്ന വാല്യൂ പോകുന്നു. അപ്പൊ നമുക്ക് Q എന്ന് പറയുന്ന വാല്യൂ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചുകൊണ്ട് ആ T2 കണ്ടുപിടിക്കാം. അപ്പൊ നെക്സ്റ്റ് Q കണ്ടുപിടിക്കണം. Q കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അറ്റ് ഇന്നർ സർഫസ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ് ഓഫ് 10⁵ വാട്ട് പെർ മീറ്റർ സ്ക്വയർ, അതായത് യൂണിറ്റ് ഏരിയയിൽ 10⁵. അപ്പൊ ടോട്ടൽ ഏരിയയിൽ ഇന്നറിൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. അതിനുവേണ്ടി ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി Q ഇൻറ്റു ഇന്നർ സർഫസ് ഏരിയ. ഇന്നർ സർഫസ് ഏരിയയിലെ യൂണിറ്റ് ഏരിയയിൽ നടക്കുന്ന Q നമുക്കറിയാം 10⁵ ഇൻറ്റു അവിടുത്തെ ഇന്നർ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr1 സ്ക്വയർ. അതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 1130.97 വാട്ട്. അപ്പൊ ഈ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് വരും Q is equal to T2 minus T alpha കൺവെക്ഷൻ റെസിസ്റ്റൻസ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് T2ന്റെ വാല്യൂ 190.025°C. ഇതേ സെയിം മെത്തേഡ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. T1 ഇപ്പൊ T2 നമുക്കറിയാം, T1 അറിഞ്ഞുകൂടാ, ഇവിടുത്തെ Q വാല്യൂ അറിയാം, സെയിം ആണ്. അപ്പൊ Q is equal to T1 minus T2 കണ്ടക്ഷൻ റെസിസ്റ്റൻസ് സെയിം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് T1 വാല്യൂ കിട്ടും 270.025°C. അപ്പം ടോട്ടൽ ഇത് എളുപ്പമാണ്. ഒരു ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഫിഗർ മാത്രം ഒന്ന് നല്ലോണം വരച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഇതിന്റെ സ്കീം നോക്കുകയാണെങ്കിൽ ഡയഗ്രത്തിന് ഇമ്പോർട്ടൻസ് കൂടുതലായതുകൊണ്ട് 2 മാർക്സ് ഉണ്ട്, സൊല്യൂഷന് 4 മാർക്സ്, ടോട്ടൽ 6 മാർക്സ്. അപ്പൊ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. എക്സ്പ്ലെയിൻ ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയർ ഫോർ എ ഫ്ലോ ഓവർ എ ഫ്ലാറ്റ് പ്ലേറ്റ് ആണ്. ഇതിന് 3 മാർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യം നമുക്ക് ഒരു നീറ്റ് ആയിട്ടുള്ള ഒരു ഫിഗറിലേക്ക് പോകാം. അപ്പൊ അതിനകത്ത് ഫ്ലാറ്റ് പ്ലേറ്റ് കണ്ടീഷനിലുള്ള ബൗണ്ടറി ലെയറിന്റെ ഒരു ഫിഗർ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതൊരു ഫ്ലാറ്റ് പ്ലേറ്റ് ആണ്. ഫ്ലാറ്റ് പ്ലേറ്റിന് മുകളിലൂടെ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ U എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ഒരു ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിംഗ് എഡ്ജിനെ വിളിക്കുന്ന പേര് ലീഡിംഗ് എഡ്ജ്, അതിന്റെ ടെയിൽ ആയിട്ടുള്ള പാർട്ടിനെ ടെയിൽ എഡ്ജ് എന്ന് വിളിക്കുന്നു. ഇനി ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ അപ്പൊ ആദ്യം ഒരു ഫ്ലൂയിഡ് ഇതിനകത്തോട് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാവുന്ന കേസാണ്. ഇനിഷ്യലി ഇവിടെ ഒരു വിസ്കസ് ഫോഴ്സ് ഉണ്ട്, സർഫസിനോട് ചേർന്ന് റിലേറ്റീവ് മോഷൻ ഒരു ഫ്ലൂയിഡും ഒരു പ്ലേറ്റും റിലേറ്റീവ് മോഷൻ വരുമ്പോൾ ഒരു വിസ്കസ് ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പൊ ആദ്യത്തെ ലെയർ എന്താവും, ഒരു റെസ്റ്റിലേക്ക് വരും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആ മൂവ്മെന്റ്, അതായത് ഇത് മുന്നോട്ട് പോകും തോറും ഓരോ ലെയേഴ്സുകളായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരും, റെസിസ്റ്റൻസിലേക്ക് വരും. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ഫ്ലാറ്റ് പ്ലേറ്റിലൂടെ കടന്നു പോകുമ്പം അതിനകത്തെ ഓരോ ലെയേഴ്സിന് റിട്ടാർഡേഷൻ സംഭവിച്ച്, അതായത് U എന്ന് പറയുന്ന വാല്യൂ അച്ചീവ് ചെയ്യുന്ന മോളിക്യൂൾസിന്റെ എണ്ണം എന്ന് പറയുന്ന ലെയറുകളുടെ എണ്ണം കുറഞ്ഞു വരും. എങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് ഇതിൽ ഒരു ലെയർ കാണത്തുള്ളൂ, അപ്പൊ ഇത്രയേ ഉള്ളൂ, കുഴപ്പമില്ല. രണ്ടാമത്തേനകത്തോട്ട് കുറച്ച് 2 എണ്ണോ 3 എണ്ണോ ആവും, കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ 4 ലെയർ 5 ലെയർ 6 ലെയർ. അപ്പം ഇവിടം വരെയുള്ള ലെയേഴ്സ്, ഇവിടെ ഈ ഒരു പോയിന്റ് എടുക്കുവാണെങ്കിൽ, X എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് എടുക്കുവാണെങ്കിൽ, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുക്കുവാണെങ്കിൽ, ഓക്കെ, ഈ X എന്ന് പറയുന്ന പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഡെൽറ്റ മാറി ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇരിക്കുന്ന
ഇവിടത്തുള്ള ഇതിന് മുകളിലോട്ടുള്ള ലെയേഴ്സുകൾ കൺസിഡർ ചെയ്താൽ, ഇതിന് മുകളിലോട്ടുള്ള ഏത് ലെയർ വേണമെങ്കിലും കൺസിഡർ ചെയ്താൽ അതിന്റെ എല്ലാം വെലോസിറ്റി എന്ന് പറയുന്നത് u ആയിരിക്കും, കുഴപ്പമില്ല. പക്ഷെ അതിന് താഴോട്ടുള്ള വെലോസിറ്റീസ് എല്ലാം അതിൽ കുറവായിരിക്കും. ഇങ്ങോട്ടുള്ള ഏത് ലെയർ എടുത്താലും ഇവിടുത്തെ ഈ ലെയറിന്റെ 0 ആയിരിക്കും, ഇതിനോട് ചേർന്നുള്ള ലെയറിന്റെ 0 ആയിരിക്കും. അവസാനം ഈ ഒരു ഡെൽറ്റ പോർഷനിൽ എത്തുമ്പോൾ 0.99 u എന്ന് പറയുന്ന വെലോസിറ്റിയിൽ എത്തിച്ചേരും. അതായത് സിമിലർ ടു യു എന്ന് പറയാം. അവിടാണ് ഈ പറഞ്ഞ എന്ത് വരുന്നത്, തിക്നെസ് ഓഫ് ബൗണ്ടറി എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്ലൂയിഡ് ബൗണ്ടറി എന്ന് പറയുന്നത്. അത് ബൗണ്ടറി ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഈ ബൗണ്ടറിക്ക് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഈ ഫിഗറിന് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, അവിടെ എല്ലാം ഫ്ലൂയിഡ് നോർമലായിട്ട് യു വെലോസിറ്റി പോകും. അതിന് താഴെയുള്ള പോർഷനിൽ നമ്മുടെ ഫ്ലാറ്റ് പ്ലേറ്റിന്റെ ഇൻഫ്ലുവൻസ് വരും. ഓക്കെ, അതിനെയാണ് ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി എന്ന് പറയുന്നത്. ഈ കേസിൽ ഒരു 3 പോർഷനായിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്കത് നോക്കാം. ഫസ്റ്റ് ബൗണ്ടറി ലെയർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. The layer adjacent to the boundary is known as boundary layer. Boundary layer is formed whenever there is a relative motion between the boundary and the fluid. ഇതാണ് ബൗണ്ടറി ലെയറിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് റിലേറ്റീവ് മോഷൻ തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ റിലേറ്റീവ് മോഷൻ ആണ്. ഇതിന് പ്രധാനമായിട്ടും 3 പാർട്ടാണ്. ഫസ്റ്റ് ലാമിനാർ ബൗണ്ടറി ലെയർ, സെക്കൻഡ് വൺ ടർബുലന്റ് ആൻഡ് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ട്രാൻസിഷൻ. ഇതെന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ലാമിനാർ ബൗണ്ടറി ലെയർ എന്താണെന്ന് നോക്കാം. is a one where the flow takes place in layers, that is each layer slide past the adjacent layers. In this layer any exchange of mass or momentum takes place only between adjacent layers on a macroscopic scale. ഇതിനകത്ത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ലാമിനാർ ബൗണ്ടറി ലെയറിന്റെ കണ്ടീഷനകത്ത് ഓരോ ലെയേഴ്സുകളായിട്ടായിരിക്കും എന്ത് ഫ്ലൂയിഡുകൾ മൂവ് ചെയ്യുന്നത്. ഇതിനകത്ത് മൊമെന്റം അതുപോലെ തന്നെ മാസുകൾ തമ്മിലുള്ള എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ മൈക്രോസ്കോപ്പിക് ലെവലിൽ മാത്രം, നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള മാസ് ട്രാൻസ്ഫറും മൊമെന്റം ട്രാൻസ്ഫറും മാത്രമേ നടക്കത്തുള്ളൂ. അതായത് ഇതിനകത്ത് ക്രോസിങ്ങോ മിക്സിങ്ങോ ഒക്കെ വളരെ കുറവായിരിക്കും. ലെയറുകളായിട്ട് റെഗുലർ ആയിട്ടുള്ള ഫ്ലൂയിഡ് മൂവ്മെന്റ് ആയിരിക്കും ഇവിടെ കാണുന്നത്. നെക്സ്റ്റ് നമ്മുടെ ടർബുലന്റ് ബൗണ്ടറി ലെയറിലേക്ക് പോകാം. ടർബുലന്റ് ബൗണ്ടറി ലെയറിൽ ഉദ്ദേശിക്കുന്നത്, the turbulent boundary layer on the other hand is marked by mixing across several layers of it. If mixing is now on a macroscopic scale, packets of fluid may be seen moving across. Thus there is an exchange of mass, momentum and energy on a much bigger scale compared to laminar boundary layer. A turbulent boundary layer forms only at a larger Reynolds numbers. ഇത് പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ടർബുലന്റ് ബൗണ്ടറി ലെയർ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ലാമിനാറിന്റെ ഒരു കൂട്ടോലയല്ല. അതിനകത്ത് മിക്സിംഗ് ആണ് പ്രധാനമായിട്ടും നടക്കുന്നത്. മാക്രോസ്കോപ്പിക് ലെവലിലുള്ള മിക്സിംഗ് നടക്കുന്നുണ്ട്. മാസ്, മൊമെന്റം, എനർജി എന്നിങ്ങനെയുള്ള ബിഗ്ഗർ സ്കെയിലുള്ള ഒരു മിക്സിംഗ് യൂണിറ്റ് ടർബുലന്റ് ബൗണ്ടറി ലെയർ നടക്കുന്നു. കാരണം വെച്ചാൽ അവിടെ മൂവ്മെന്റ് എന്ന് പറയാൻ ലെയേഴ്സുകളായിട്ടല്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ പൈപ്പിന്റെ കേസ് തന്നെ എടുക്കാം. പൈപ്പിനകത്ത് വളരെ വെലോസിറ്റി, അതായത് നമ്മുടെ ടാപ്പ് വളരെ സ്ലോ ആയിട്ടൊന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ റെഗുലർ ആയിട്ടായിരിക്കും ഫ്ലൂയിഡ് വരുന്നത്. അപ്പൊ അതിനെ ലാമിനാർ കേസ് എന്ന് പറയാം. നേരെ മറിച്ച് ഫ്ലൂയിഡിന്റെ ഫ്ലോ ഒന്ന് കൂട്ടി കഴിഞ്ഞാൽ, അതായത് ടാപ്പ് ഒന്ന് നല്ല രീതിയിൽ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഇറഗുലർ പാറ്റേണിൽ മിക്സ്ഡ് ആയിട്ടായിരിക്കും ഫ്ലൂയിഡുകൾ വരുന്നത്. അപ്പൊ അതേ മെത്തേഡാണ് ടർബുലന്റ് ബൗണ്ടറി ലെയറും ലാമിനാർ ബൗണ്ടറി ലെയറും തമ്മിലുള്ള വ്യത്യാസം പറയാം. ഇനി നോർമലി ഇത് ഹയർ റെയ്നോൾഡ്സ് നമ്പറിലാണ് ടർബുലന്റ് ബൗണ്ടറി ലെയേഴ്സ് നമ്മൾ കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഇതിന് ഇടയിലുള്ള ട്രാൻസിഷൻ റീജിയൻ. അതിനു മുമ്പ് ഞാൻ ലാമിനാർ സബ് ലെയർ എന്താന്ന് പറയാം. ലാമിനാർ സബ് ലെയർ, when the boundary layers has become turbulent, there is still a very thin layer next to the boundary layer that has laminar motion. ഇവിടെ കാണുന്ന ഇതാണ് ലാമിനാർ സബ് ലെയർ എന്ന് പറയുന്നത്. അതായത് ടർബുലന്റ് സോണിൽ ഏറ്റവും താഴെയായിട്ട് പ്ലേറ്റിനോട് ചേർന്ന് കാണുന്ന ഈ ഒരു പർട്ടിക്കുലർ ലെയറിനെ വിളിക്കുന്ന പേരാണ് ലാമിനാർ സബ് ലെയർ എന്ന് പറയുന്നത്. ഈ ലാമിനാർ സബ് ലെയർ എന്റെ സ്വഭാവം എന്ന് വെച്ചാൽ നോർമൽ ലാമിനാർ ബൗണ്ടറി ലെയറിന്റെ അതേ കോൺസെപ്റ്റിൽ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഫ്ലൂയിഡുകൾ മൂവ് ചെയ്യുന്നത് ലെയേഴ്സുകളായിട്ടായിരിക്കും. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ട്രാൻസിഷനിലേക്ക് പോകാം. ട്രാൻസിഷൻ റീജിയൻ ഉദ്ദേശിക്കുന്നത് മാത്രമാണ്. The thickness of the boundary layer increases with the distance from the leading edge. As more and more fluid is slowed down by the viscous boundary, becomes unstable and break into turbulent boundary layer over a transition region. അതായത് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. രണ്ട് ലെയേഴ്സ്, ഈ പറഞ്ഞ രണ്ട് സോണുകൾക്കിടയിലുള്ള റീജിയൻ ആണ് ഈ പറഞ്ഞ ട്രാൻസിഷൻ റീജിയൻ എന്ന് പറയുന്നത്. ലാമിനാറിനും ടർബുലന്റിനും ഇടയിലുള്ള റീജിയൻ ആണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ലെയേഴ്സുകൾ എന്തായിക്കൊണ്ടിരിക്കുന്നു, അൺസ്റ്റേബിൾ ആവുകയും ആ ലെയർ മൂവ്മെന്റ് അൺസ്റ്റേബിൾ ആയിട്ട് അത് ബ്രേക്ക് ചെയ്ത് ടർബുലന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പോർഷൻ ആണ് ട്രാൻസിഷൻ റീജിയൻ എന്ന് പറയുന്നത്. അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഓരോ ലെയേഴ്സുകളും എന്തായിട്ട് സ്ലോ ഡൗൺ ചെയ്ത് മുകളിലോട്ട് വരുംതോറും
ലെയേഴ്സുകളുടെ സ്റ്റെബിലിറ്റി കുറയും. ആ സ്റ്റെബിലിറ്റി കുറയുന്ന റീജിയൻ എന്നെ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ടോട്ടൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ സ്കീം എന്ന് പറയുന്നതാണ്. ആ ഡ്രോയിങ്സിന് ഫുൾ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡ്രോയിങ്സിന് 2 മാർക്സ് ആണ്, എക്സ്പ്ലനേഷന് 1 മാർക്കേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരം ക്വസ്റ്റ്യനകത്ത് ബൗണ്ടറി ലെയേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നതിനകത്ത് ഫിഗർ തന്നെയാണ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ടാണ് അതിന് 2 മാർക്സ് സ്കീമിൽ തന്നിരിക്കുന്നത്. എക്സ്പ്ലനേഷന് 1 മാർക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് തേർഡ് ക്വസ്റ്റിന്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകാം. Air at pressure of 1 atm and the temperature 60 degrees Celsius flow over a flat plate with maintains a surface temperature of 100 degrees Celsius. The plate has a length of 0.2 meter in the flow direction and width 0.1 meter. The Reynolds number based on the plate length is 40,000. What is the rate of heat transfer from plate to air if the free stream velocity of air is doubled and the pressure is increased to 2.5 atmosphere? What is the rate of heat transfer? ഇതാണ് ക്വസ്റ്റ്യൻ. അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു ഫിഗർ കൺസിഡർ ചെയ്തു. ഫിഗർ ഇതാണ്, ഒരു ഫ്ലാറ്റ് പ്ലേറ്റിന്റെ കേസ് ആണ് തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ എല്ലാം നമുക്ക് നോക്കുമ്പോൾ അറിയാം എ പാർട്ടും ബി പാർട്ടും തമ്മിൽ ഒരു കോമൺ ഒരു റിലേഷൻ കാണും. ഓക്കെ, അപ്പൊ ഈ കേസിൽ ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് ആണ് തന്നിരിക്കുന്നത്. ഫ്ലാറ്റ് പ്ലേറ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 0.2 മീറ്റർ ആണ്. അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് സർഫസിലെ ടെമ്പറേച്ചർ. അപ്പൊ ഇതിനെ നമുക്ക് ടി എസ് എന്നോ ടി ഡബ്ല്യു എന്നോ എങ്ങനെയാണെന്ന് വിളിക്കാം. അപ്പൊ ഇവിടെ ടി എസ് എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സറൗണ്ട് ചെയ്തിരിക്കുന്ന എയറിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് യു ആണ്. അവിടുത്തെ റെനോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത് 4 × 10⁴ ആണ്. ടി ആൽഫ എന്ന് പറയുന്നത് 60 ഡിഗ്രി സെൽഷ്യസ്, അതായത് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ 60 ഡിഗ്രി സെൽഷ്യസ് ആണ്. അവിടുത്തെ പ്രഷർ 1 അറ്റ്മോസ്ഫിയർ. ഇനി ഇതിനകത്ത് പ്ലേറ്റിന്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട് 0.1 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലോ എന്ന് പറയുന്നത് ഒറ്റ ഡയറക്ഷനിലാണ്. അപ്പൊ ഇത് എക്സ് ഡയറക്ഷനിൽ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് ടോട്ടൽ ഫിഗർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്തുനിന്ന് ഒരു ക്യൂ എമൗണ്ട് ഹീറ്റ് എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. ഇനി നമുക്ക് നോക്കാം ഈ ഇതിനകത്ത് എങ്ങനെയാണ് ഹീറ്റ് റേറ്റ് വ്യത്യാസം വരുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ നോർമൽ കണ്ടീഷനിലുള്ള ഹീറ്റ് റേറ്റ് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമുക്ക് വേണ്ടുന്നത് എയറിന്റെ പ്രോപ്പർട്ടിയാണ്. പ്ലേറ്റിന്റെ ടെമ്പറേച്ചർ 100ഉം ഔട്ട്സൈഡ് ടെമ്പറേച്ചർ 60 ആണ്. അപ്പൊ ഈ രണ്ടിന്റെയും കൂടെ ആവറേജ് ആയിട്ട് 80 ഡിഗ്രി സെൽഷ്യസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ അവിടെയാണ് നമ്മൾ പ്രോപ്പർട്ടി കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഡേറ്റ ബുക്ക് ഓപ്പൺ ആക്കാം. ഇപ്പം ഡേറ്റ ബുക്കിൽ എങ്ങനെയാണ് കാണുന്നത്, അതെ, പ്രോപ്പർട്ടി വാല്യൂ ഓഫ് ഗ്യാസ് അറ്റ് 1 അറ്റ്മോസ്ഫിയർ. അപ്പം 1 അറ്റ്മോസ്ഫിയർ പ്രഷറുള്ള ഗ്യാസിന്റെ പ്രോപ്പർട്ടീസ് ആണ് തന്നിരിക്കുന്നത്. അതിനകത്ത് പല ടെമ്പറേച്ചർ 60, 70, 80, 90, 100. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചേഴ്സിന്റെ വാല്യൂസ് 60യുടെ ആണെങ്കിൽ 60യുടെ, 100ന്റെ ആണെങ്കിൽ 100ന്റെ വാല്യൂസ് എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ഡെൻസിറ്റി ഉണ്ട്, അബ്സല്യൂട്ട് വിസ്കോസിറ്റി, കൈനമാറ്റിക് വിസ്കോസിറ്റി, തെർമൽ ഡിഫ്യൂസിവിറ്റി, പ്രാൻഡൽ നമ്പർ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി, ഈ വാല്യൂസ് എല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടും. 60യുടെ കിട്ടും, 100ന്റെ ഏത് വാല്യൂസ് നമുക്ക് കിട്ടും. ഡേറ്റ ബുക്കിൽ നിന്ന് കിട്ടിയ വാല്യൂസ് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം പ്രധാനമായിട്ടും ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ വാല്യൂ, അതുപോലെ തന്നെ പ്രാൻഡൽ നമ്പർ, തെർമൽ കണ്ടക്ടിവിറ്റി. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ റെയ്നോൾഡ്സ് നമ്പർ ആണ്. റെയ്നോൾഡ്സ് നമ്പർ തന്നിരിക്കുന്നത് 40,000 ആയതുകൊണ്ട് അത് ലാമിനാർ കേസ് ആണ്. ഫസ്റ്റ് നമ്മൾ നെസൽ നമ്പർ കണ്ടുപിടിക്കുക. N is equal to 0.332 ReL raised to 0.5 പ്രാൻഡൽ നമ്പർ raised to 0.33 എന്ന് കിട്ടും. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് ഈ പറഞ്ഞ ഡേറ്റ ബുക്കിൽ നിന്ന് തന്നെ കിട്ടും. നമ്മുടെ ഡേറ്റ ബുക്കിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഇക്വേഷനും കിട്ടും. നമ്മുടെ ഫസ്റ്റ് എക്സ്റ്റേണൽ ഫ്ലോ ഓവർ എ ഫ്ലാറ്റ് പ്ലേറ്റ് ആണ് നമുക്ക് ഫസ്റ്റ് കൺസിഡർ ചെയ്യുക. അതിനകത്ത് തന്നിരിക്കുന്ന ഫ്ലാറ്റ് പ്ലേറ്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഇക്വേഷൻ NuX is equal to 0.332 RaX raised to 0.5 പ്രാൻഡൽ നമ്പർ raised to 0.33. നമുക്ക് തന്നിരിക്കുന്ന പ്രാൻഡൽ നമ്പർ ഇതിനിടയിലാണ് നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. നമുക്ക് നോക്കാം, പ്രാൻഡൽ നമ്പർ 0.6 സംതിങ് ആണ്. അപ്പൊ അത് കുഴപ്പമില്ല. ഈ ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന പ്രാൻഡൽ നമ്പറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.692 ആണ്. അപ്പൊ ഈ നമ്മുടെ ഇക്വേഷൻ കറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് അവിടുന്ന് നെസൽ നമ്പർ കിട്ടി 58.739. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഹീറ്റ് ട്രാൻസ്ഫർ കോഫിഷ്യന്റ് കണ്ടുപിടിക്കുക. H is equal to NuK/L is equal to 8.949 watt per meter square Kelvin. ഈ ഇക്വേഷനും നമ്മുടെ എവിടെ ഉണ്ട്, NUന്റെ വാല്യൂ നമ്മുടെ ഡേറ്റ ബുക്കിലുണ്ട്. ഞാൻ അത് അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ കാണിച്ചു തരാം. നെക്സ്റ്റ് ഇതിനകത്തുനിന്ന് നമ്മുടെ ഇക്വേഷൻ ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് Q is equal to HA ഡെൽറ്റ ടിക്ക് വരാൻ TS മൈനസ് ടി ആൽഫ, TS അല്ലെങ്കിൽ TW എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്യൂവും കിട്ടും. അടുത്തത് എന്ന് വെച്ചാൽ ഈ ഇതിന്റെ ഫ്രീ സ്ട്രീമിന്റെ വെലോസിറ്റി ഡബിൾ ആക്കുന്നു, പ്രഷർ 2.5 ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് നെക്സ്റ്റ് അത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബൈ ഇൻക്രീസിങ് പ്രഷർ ബൈ 2.5 ടൈംസ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് വിസ്കോസിറ്റി അതിനനുസരിച്ച് കുറയുന്നു. പുതിയ വിസ്കോസിറ്റി എന്ന് പറയുന്നത് ന്യൂ വിസ്കോസിറ്റി ഈസ് ഈക്വൽ ടു ഏർലിയർ വൺ, നമ്മുടെ ഓൾഡ് വിസ്കോസിറ്റി ഡിവൈഡ് ബൈ 2.5 ആണ്. ഈ വാല്യൂ നമുക്ക് കിട്ടും.
ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടെ ഒരു ഡീറ്റെയിലിനകത്ത് പറഞ്ഞിട്ടുണ്ട്, വെലോസിറ്റിയുടെ കാര്യം. വെലോസിറ്റി എന്ന് പറയുന്നത് ഡബിൾ ആയെന്നാണ്. അപ്പം യു ഡാഷ് ഇസ് ഈക്വൽ ടു 2u എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഇത് രണ്ട് നമ്മുടെ ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ്. അപ്പൊ ഇതിനകത്തുനിന്ന് നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് പുതിയ റെയ്നോൾഡ്സ് നമ്പർ എന്താണെന്നുള്ളതാണ്. ന്യൂ റെയ്നോൾഡ്സ് നമ്പർ ഈസ് ഈക്വൽ ടു RE L dash is equal to u dash L by nu dash is equal to, അതിനകത്തോട്ട് യു ഡാഷിനും ന്യൂ ഡാഷിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 UL ഡിവൈഡ് ബൈ ന്യൂ ബൈ 2.5, ഇത് മുകളിൽ പോകുമ്പോൾ 5 ആവും. 5 ഇൻറ്റു ഏർലിയർ റെയ്നോൾഡ്സ് നമ്പർ കിട്ടും. അതായത് 40,000 ഇൻറ്റു 5 2 lakhsലേക്ക് മാറും. ഓക്കെ, ഇപ്പൊ 2 ഇൻറ്റു 10⁵ ആവും. വന്നാലും ലാമിനാർ കേസ് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഇത് ഉപയോഗിച്ച് പുതിയ നെസൽ നമ്പർ നമ്മൾ കണ്ടുപിടിക്കുക. സെയിം ഇക്വേഷൻ ഉപയോഗിക്കുക, പുതിയ നെസൽ നമ്പർ കിട്ടും. അത് ഉപയോഗിച്ചുകൊണ്ട് സെയിം ഇക്വേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് യൂസ് ചെയ്യുക. അവിടെ നമുക്ക് പുതിയ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് കിട്ടും. ഇത് നമ്മുടെ ഹീറ്റ് റേറ്റ് ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. H ഡെൽറ്റ ടിക്കകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് H മാത്രം ഡിഫറൻസ് ഉള്ളൂ, ബാക്കി രണ്ടും സെയിം ആണ്. നമുക്ക് പുതിയ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റും കിട്ടും. അപ്പൊ ഇതിന് സ്കീമിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫിഗറിന് 2 മാർക്കും സൊല്യൂഷന് 5 മാർക്കും. അപ്പൊ നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫോർത്ത് എ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രാൻഡൽ നമ്പർ ആൻഡ് നെസൽ നമ്പർ ആണ്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എളുപ്പമാണ്. ഫസ്റ്റ് നമുക്ക് പ്രാൻഡൽ നമ്പർ പോവാം. പ്രാൻഡൽ നമ്പർ എന്ന് പറയുന്നത് it is the ratio of kinematic viscosity to the thermal diffusivity alpha. അപ്പം ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. പ്രാൻഡൽ നമ്പർ ഇസ് ഈക്വൽ ടു സിപി മ്യൂ ബൈ കെ ഇസ് ഈക്വൽ ടു ന്യൂ ബൈ ആൽഫ എന്ന് എഴുതാം. നമുക്കറിയാം ആൽഫ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്, തെർമൽ ഡിഫ്യൂസിവിറ്റി എന്താണെന്നുള്ളത് അറിയാം, കൈനമാറ്റിക് വിസ്കോസിറ്റി എന്താണെന്ന് അറിയാം. അപ്പൊ ഇവ തമ്മിലുള്ള റേഷ്യോ വിളിക്കുന്ന പറയാനാണ് പ്രാൻഡൽ നമ്പർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട്. എന്തൊക്കെയാണെന്ന് കൈനമാറ്റിക്, തെർമൽ. കൈനമാറ്റിക് എന്ന് പറയുന്നത് എന്താണ്? മോഷനും. തെർമൽ എന്ന് പറയുന്നത് എനർജിയുമാണ്. It provide a measure of relative effectiveness of momentum and energy transport by diffusion. It is connecting link between velocity field and temperature field, and it is a value strongly influence the relative growth of velocity and thermal boundary layer. ഇപ്പം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് മൊമെന്റത്തിന്റെയും എനർജിയുടെയും ഒരു റിലേഷനെ കാണിക്കുന്ന, ഒരു റിലേറ്റീവ്നെസ്സിനെ കാണിക്കുന്ന ടേമാണ് പ്രാൻഡൽ നമ്പർ. ഇത് പ്രധാനമായിട്ടും വെലോസിറ്റി ഫീൽഡിനെയും ടെമ്പറേച്ചർ ഫീൽഡിനെയും, മറ്റു രീതിയിൽ പറഞ്ഞാൽ അതായത് വെലോസിറ്റി ബൗണ്ടറി ലെയറിനെയും തെർമൽ ബൗണ്ടറി ലെയറിനെയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ലിങ്ക് ആണ് പ്രാൻഡൽ നമ്പർ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നെസൽ നമ്പർ ആണ്. നെസൽ നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന NU വെച്ചാണ്. ഇറ്റ് ദ റേഷ്യോ ഓഫ് ഹീറ്റ് ഫ്ലോ റേറ്റ് ബൈ കൺവെക്റ്റീവ് പ്രോസസ് അല്ലെങ്കിൽ കൺവെക്ഷൻ പ്രോസസ് ടു ഹീറ്റ് ഫ്ലോ റേറ്റ് ബൈ കണ്ടക്ഷൻ പ്രോസസ്. ഇനി ഇത് രണ്ടും നടക്കുന്നത് യൂണിറ്റ് ടെമ്പറേച്ചർ ഗ്രേഡിയന്റിലും ആയിരിക്കണം. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം NU എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ HL/K ആണ്. ഓക്കെ, ഇത് നടക്കുന്നത് യൂണിറ്റ് ടെമ്പറേച്ചർ ഗ്രേഡിയന്റിൽ നടക്കുന്ന കൺവെക്റ്റീവ് പ്രോസസ്സും കണ്ടക്ഷൻ പ്രോസസ്സും തമ്മിലുള്ള റേഷ്യോ ആണ് നെസൽ നമ്പർ. ഇതിനകത്ത് നിന്ന് നമുക്കറിയാം NU എന്ന് പറയുന്ന രണ്ടിന്റെയും, അതായത് കൺവെക്ഷന്റെയും കണ്ടക്ഷന്റെയും റേറ്റിനെ തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ആണ്. അത് തന്നെയാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. സിഗ്നിഫിക്കൻസ് ഓഫ് നെസൽ നമ്പർ ചോദിച്ചാൽ ഇത് തന്നെ നമുക്കറിയാം. ഇറ്റ് ഈസ് എ കൺവീനിയന്റ് മെഷർ ഓഫ് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഫിഷ്യന്റ്. അപ്പം കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഫിഷ്യന്റിന്റെ ഒരു മെഷർമെന്റ് യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് നെസൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് സ്കീമിന് തന്നിരിക്കുന്ന മാർക്ക് ഇങ്ങനെയാണ്. പ്രാൻഡൽ നമ്പറിന്റെ സിഗ്നിഫിക്കൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് 2 മാർക്സ്, നെസൽ നമ്പറിന്റെ വരുമ്പോൾ 2 മാർക്സ്, ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് പ്രോബ്ലം ഇതാണ്. Atmospheric air at 25 degrees Celsius and velocity 0.5 meter per second flow over a 50-watt incandescent bulb whose surface temperature is maintained at 140 degrees Celsius. The bulb may be approximated as a sphere of 50 millimeter diameter. What is the rate of heat loss by convection to air? അപ്പം ഇതിന് 6 മാർക്കാണെന്നുള്ളത്. ഇതിനു വേണ്ടി ഞാൻ ആദ്യം ഒരു ഫിഗർ കൺസിഡർ ചെയ്യുക. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ബൾബ്. ഇപ്പൊ ബൾബ് 50 വാട്ട് ബൾബാണ്. അപ്പൊ ഇത് ഒരു സ്പെറിക്കൽ കൺസിഡർ ചെയ്യേണ്ട സ്പെറിക്കൽ ആയിട്ട് അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് D is equal to 0.5 മീറ്റർ ആണ്. ഇതിന്റെ സർഫസ് ടെമ്പറേച്ചർ 140 ആണ്. സർഫസ് ടെമ്പറേച്ചർ മുമ്പേ പറഞ്ഞ പോലെ TW എന്ന് ഇതിനെ വിളിക്കാം. വേൾഡ് ടെമ്പറേച്ചർ 140 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ ഔട്ട്സൈഡ് ഒരു പർട്ടിക്കുലർ വെലോസിറ്റി 0.5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ 25 ഡിഗ്രി സെൽഷ്യസ് 1 അറ്റ്മോസ്ഫിയർ പ്രഷറിൽ എയർ മൂവ് ചെയ്യുന്നുണ്ട്. ഇതിന് സറൗണ്ട് ചെയ്തുകൊണ്ട് ഇതിനകത്തുനിന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ കേസാണ് നമുക്ക് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. ഇതിനകത്ത് എത്രമാത്രം ഹീറ്റ് ലോസ് കൺവെക്ഷൻ പ്രോസസ് ഫലമായിട്ട് എയറിലേക്ക് പോകുന്നു നോക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് പ്രോപ്പർട്ടി കണ്ടുപിടിക്കാം. 25 രണ്ട് ടെമ്പറേച്ചേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. 25 ഡിഗ്രി സെൽഷ്യസും 140 ഡിഗ്രി സെൽഷ്യസും. അതിനകത്ത് 140 ഡിഗ്രി സെൽഷ്യസ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ μW എന്ന് പറയുന്ന ടേം കണ്ടുപിടിക്കാനാണ്. μW എന്ന് പറയുന്നത് ഇവിടുത്തെ വേൾഡ് ടെമ്പറേച്ചർ ആണ്. ഈ TWയിലുള്ള TSലുള്ള എന്ത് കണ്ടുപിടിക്കാൻ, μW കണ്ടുപിടിക്കാൻ, വിസ്കോസിറ്റി, ഡൈനാമിക് വിസ്കോസിറ്റി കണ്ടുപിടിക്കാനാണ്. നമുക്ക് ആദ്യം 25 ഡിഗ്രി സെൽഷ്യസിലുള്ള പ്രോപ്പർട്ടീസ്
കണ്ടുപിടിക്കണം. അറ്റ് 25°C നേരത്തെ കാണിച്ച അതേ ഡേറ്റ ബുക്ക് യൂസ് ചെയ്യുക ഇവിടെ. ആ ഡേറ്റ ബുക്കിൽ നിന്ന് നമുക്ക് ഈ സെയിം ഡീറ്റെയിൽസ് കിട്ടും. അറ്റ് 25°C mu alpha is equal to 18.39 10⁶ Newton second per meter square. അവിടുത്തെ കൈനമാറ്റിക് വിസ്കോസിറ്റിയും തന്നിട്ടുണ്ട്, ഡൈനാമിക് വിസ്കോസിറ്റി അറിയാം, കൈനമാറ്റിക് വിസ്കോസിറ്റിയും തന്നിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രാൻഡ് നമ്പർ, തെർമൽ കണ്ടക്ടിവിറ്റി വാല്യൂയും കിട്ടി. നെക്സ്റ്റ് 140 mu w നമുക്ക് നോക്കാം. 23.73 10⁻⁻⁶ Newton second per meter square. ഈ പറഞ്ഞ mu w വാല്യൂ എന്തിനാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് പറയുമ്പോൾ മനസ്സിലാവും. നെസൽ നമ്പർ നമ്മൾ പറയുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് ഇവിടുത്തെ റെയ്നോൾഡ്സ് നമ്പർ വാല്യൂറ്റ് ചെയ്യാം. റെയ്നോൾഡ്സ് നമ്പർ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ഡി ഡിവൈഡ് ബൈ ന്യൂ ആൽഫ. അപ്പം വെലോസിറ്റി എന്ന് പറയുന്നത് 0.5 ആണ് എയറിൻ്റെത്. അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 0.05 മീറ്റർ. കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് 15.53 × 10⁻⁶. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1610 എന്ന് പറയുന്ന റെയ്നോൾഡ്സ് നമ്പറിലേക്ക് കിട്ടും. നമുക്ക് നെസൽ നമ്പറിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അപ്പൊ നെസൽ നമ്പറിന്റെ ഇക്വേഷൻ ആയി തന്നിരിക്കുന്നതാണ്. ഇത് നമുക്ക് കാണാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ ഡേറ്റാ ബുക്കിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഡേറ്റാ ബുക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഫ്ലോ ഓവർ സ്പിയർ എന്ന് പറയുന്നതിനകത്ത് ലാർജ് പ്രോപ്പർട്ടി വേരിയേഷൻസ് ഗ്യാസ് ആൻഡ് ലിക്വിഡ്സ് ആണ് ഇതിനകത്ത് ഈ കിടക്കുന്നതാണ്. N is equal to 2 plus 0.4 R⁻⁵ plus 0.06 R⁻⁶ into PR⁻⁴ ന്യൂ ആൽഫ ന്യൂ W ⁻⁵. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിനകത്തുനിന്ന് കൂടുതൽ കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ മുമ്പേ പറഞ്ഞ പ്രാൻഡ് നമ്പർ ആൻഡ് നെസൽ നമ്പർ, ഇത് കണ്ടോ, ഇതിനകത്ത് കിടപ്പുണ്ട് ഡയമെൻഷൻലെസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് തന്നെ ഈ പറഞ്ഞ പ്രാൻഡ് നമ്പറിന്റെ ഇക്വേഷൻ കിടപ്പുണ്ട്. mu cp by k എന്ന് പറയുന്ന ഇക്വേഷൻ കിടപ്പുണ്ട്. അതുപോലെ തന്നെ നെസൽ നമ്പറിന്റെ ഇക്വേഷൻ HL/K അല്ലെങ്കിൽ HD/K. സ്പിയറിന്റെ കേസിലൊക്കെ HD/K യും സാറ്റലൈറ്റിന്റെ കേസ് HL/K. അപ്പൊ ഈ നെസൽ നമ്പറിന്റെ ഇക്വേഷനകത്തോട്ട് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 21.77. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ കോഷ്യന്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഷ്യന്റ് ഇപ്പൊ കിട്ടും. H is equal to NU/D/K/D. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 11.45 കിട്ടും. ന്റെ വാല്യൂ അറിയാം, കെയുടെ വാല്യൂ 0.0263, ഡി വാല്യൂ എന്ന് പറയുന്നത് 0.05 മീറ്റർ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടും. അടുത്ത ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് Q is equal to H∆T സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈനൽ അവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ വാല്യൂയും കിട്ടും. ഇത്രയേ ഉള്ളൂ, എളുപ്പമാണിത്. സ്കീമിൽ പറഞ്ഞിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് ഫിഗറിന് 2 മാർക്കും സൊല്യൂഷന് 5 മാർക്കാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഡീറ്റെയിൽസ്. പാർട്ട് എയിൽ ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും വളരെ എളുപ്പമാണ്. കുറച്ച് കാര്യങ്ങൾ ഡേറ്റാ ബുക്ക് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്കിത് വർക്ക്ഔട്ട് ചെയ്ത് ഒന്ന് പോയി കഴിഞ്ഞാൽ എക്സാമിന് സുഖമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എഡ്യൂസാപ്പിന്റെ മറ്റു വീഡിയോസുകൾ കാണുന്നതിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ എഡ്യൂസാപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ PDF നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.edusap.org കിട്ടുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. Thank you.